സൂപ്പർമാൻ വേഴ്സസ് ഹോംലാൻഡർ. ആക്ച്വലി ഇങ്ങനെ ഒരു ഫൈറ്റ് നമ്മൾ ഒരുപാട് ഫാൻ തിയറീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒഫീഷ്യലി ഒരു ഫൈറ്റ് നടന്നിട്ടില്ല ഇവർ തമ്മിൽ. അതായത് നമ്മൾ സൂപ്പർമാനെ കൺസെപ്റ്റായിട്ട് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കോപ്പിയാണ് സത്യം പറഞ്ഞാൽ ഈ ഹോംലാൻഡർ തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബോയ്സ് സീരീസ് ഒക്കെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഹോംലാൻഡറും ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒഫീഷ്യലി തന്നെ നമ്മുടെ ഹോംലാൻഡറും സൂപ്പർമാനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു ക്രോസ് ഓവർ കോമിക്സ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കോമിക്സിൽ ആരാണ് ജയിച്ചത്, എന്താണ് നടന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് കഥയിലേക്ക് പോകാം. ആക്ച്വലി ഈ ഒരു ഫൈറ്റ്, ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഡി സിയിലെ തന്നെ ഒരു വലിയൊരു ക്രോസ് ഓവർ ഇവൻറ്റ് നടത്തിയിട്ടുണ്ടാവും. അതായത് ഡി സി മൾട്ടിവേഴ്സിലെ തന്നെ സംബന്ധിച്ച ഒരു വലിയൊരു ബാറ്റിലാണത്, ഡി സി ദ ബോസ് ബാറ്റിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഒരു മാച്ചിൽ, ഈ ഒരു സ്റ്റോറി ലൈനിൽ നമ്മുടെ ഡി സി സൂപ്പർ ഹീറോസ് വേറെ വേറെ റിയാലിറ്റീസിലെ വേറെ യൂണിവേഴ്സിലെ ഒരുപാട് ഹീറോസ് വില്ലൻസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിലാണ് നമ്മുടെ സൂപ്പർമാനും ഹോംലാൻഡറും തമ്മിലുള്ള ഈ ഫൈറ്റൊക്കെ നടക്കുന്നത്. സോ അതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഈ കഥ നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ എന്നുള്ളൊരു ബിൽഡപ്പ് നിങ്ങൾക്ക് വേണമല്ലോ. സോ ഇതെങ്ങനെയാണ് ഈ തുടങ്ങുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. ആക്ച്വലി ഈ സ്റ്റോറി സ്റ്റാർട്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡി സി യൂണിവേഴ്സാണ്. അങ്ങനെ ആ ഡി സി യൂണിവേഴ്സിൽ നമ്മുടെ സൂപ്പർമാൻ പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്നിട്ട് എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നാട് മൊത്തം കത്തി ഭൂകമ്പം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർമാനും ഗ്യാങ്ങൊക്കെ നോക്കുമ്പോൾ പുറത്തുള്ളത് വേറെ ആരുമല്ല, ദ ജൈജാൻറ്റിക് സൈസായിട്ട് നമ്മുടെ ഡാർക്ക് സൈഡ്. വെറും ഡാർക്ക് സൈഡ് അല്ല, ദ കിങ് ഒമേഗ ഡാർക്ക് സൈഡ്. അങ്ങനെ ആ ഡാർക്ക് സൈഡ് ആ മൊത്തം മെട്രോപോളിസ് തന്നെ ഇടിച്ച് തകർക്കുന്നത് പോരാതെ പുള്ളി തന്നെ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ആ മെട്രോപോളിസ് തന്നെ പുള്ളിയുടെ ഉള്ളിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടി ഡാർക്ക് സൈഡ് നോക്കുകയാണ്. മൊത്തം വേൾഡിനെ തന്നെ അങ്ങനെ മെർജ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഈ മൊത്തം വേൾഡ് ആയിട്ട് നമ്മുടെ ഡാർക്ക് സൈഡ് മെർജ് ആവുകയാണ്. നമ്മുടെ ഹീറോസിന് ആർക്കും പുള്ളിനെ തടുക്കാൻ പറ്റുന്നില്ല, എല്ലാവരും മരിച്ച് ചത്തു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോസ് എല്ലാവരും മരിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചത്തല്ലോ, ഇനി എന്താണെന്നുള്ള ഒരു പിടുത്തം ആർക്കും കിട്ടാതിരിക്കുമ്പോഴാണ് 7 ദിവസങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞിട്ടുള്ള കഥ കാണിക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് 7 ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മുടെ ഹീറോസ് എല്ലാവരും വാച്ച് ടവറിൽ ടൈം ട്രാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഈ ടൈം ട്രാപ്പറാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കാര്യം വിഷ്വൽസായിട്ട് നമ്മുടെ ഈ ഹീറോസിനൊക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം നമ്മുടെ ഡാർക്ക് സൈഡ് കിങ് ഒമേഗ ആയിട്ട് മാറിയിട്ട് ഈ മൊത്തം വേൾഡിനെ തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഡാർക്ക് സൈഡ് മൊത്തം റിയാലിറ്റി തന്നെ അവന് ഇഷ്ടമുള്ള പോലെ മാറ്റി എഴുതാൻ വേണ്ടി പോകണമെന്നും പറയാണ്. നമുക്ക് ആർക്കും ഇതിനെ തടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാണിംഗ് തന്നെ ആ ടൈം ട്രാപ്പർ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹീറോസ് മൊത്തം ആ ടൈം ട്രാപ്പറിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. നമ്മുടെ സൂപ്പർമാൻ ഇത് തടുക്കാൻ ഒരു വഴിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ടൈം ട്രാപ്പറും പറയാണ്, ഒരു വഴിയില്ല, കാരണം ഇതൊക്കെ ഓൾറെഡി എഴുതപ്പെട്ടിരിക്കുന്നതാണ്, ഓൾറെഡി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് മുമ്പേ കാണിച്ചു തന്നിരിക്കുന്നത്, അവനെ തടുക്കാൻ ഒരു വഴിയില്ലെന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോസൊക്കെ ചോദിക്കുന്നത്, അല്ല ഡാർക്ക് സൈഡിന് ഇപ്പം എന്താണ് വ്യത്യാസം, ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് തവണ ഫൈറ്റ് ചെയ്ത് ഡാർക്ക് സൈഡിനെ ഡിഫീറ്റ് ചെയ്തിട്ടില്ലേ, ഇപ്പം എന്താണ് അവന് വ്യത്യാസം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ഡാർക്ക് സൈഡ് എത്രത്തോളം പവർഫുള്ളായിട്ട് മാറിയിരിക്കുകയാണെന്നുള്ള കാര്യം തന്നെ പുള്ളി പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഡാർക്ക് സൈഡാണ് ഡി സിയിൽ അബ്സല്യൂട്ട് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ സൂപ്പർമാൻ ബാറ്റ്മാൻ്റെ ഒക്കെ വെർഷൻസ് ഉണ്ടാവും, കുറച്ചും കൂടി റൂഡ് ആൻഡ് ബ്രൂട്ടൽ വെർഷൻസ് ആയിരിക്കും അതൊക്കെ. ആക്ച്വലി ഇതിന് മുമ്പ് നമ്മുടെ ഡി സിയിൽ പല ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതായത് ഡാർക്ക് ക്രൈസിസ്, ഫ്ലാഷ് പോയിൻറ്റ്, ഇൻഫിനിറ്റി ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഈ ഡി സി മൾട്ടിവേഴ്സിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും മൾട്ടിവേഴ്സൽ ഇവൻറ്റ്സ് മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ ഷാറ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ മൾട്ടിവേഴ്സിനെ തന്നെ കൊളാപ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതിൽ ഷാറ്റർ ആയിരിക്കുന്ന ഒരു അംശം എടുത്തിട്ടാണ് ഈ ഡാർക്ക് സൈഡ് പുള്ളിക്ക് ആവശ്യമുള്ള പോലെ ദ അബ്സല്യൂട്ട് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ ഒമേഗ സാങ്ഷൻ പവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത്രയ്ക്കും പവർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാർക്ക് സൈഡ് മാറാൻ തന്നെ കാരണം പുള്ളിയുടെ ആ പ്ലാനറ്റ് അപ്പോക്കലിപ്സ് ആണ്. ആ അപ്പോക്കലിപ്സിൻ്റെ ഉള്ളിലുള്ള ദ ഒമേഗ സാങ്ഷൻ പവറാണ്. ആക്ച്വലി ആ യൂണിവേഴ്സ് തന്നെ 2 വിധമായിട്ടുള്ള എനർജി ആയിട്ട് പിരിക്കപ്പെട്ടിരിക്കുകയാണ്, ആൽഫ എനർജി ആൻഡ് ഒമേഗ എനർജി. ആ ആൽഫ എനർജി നമ്മുടെ ഭൂമിക്കുള്ളിലാണുള്ളത്. അതായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോപ്പ്, പ്രതീക്ഷ, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഈ ആൽഫ എനർജി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈഫ് എനർജി എന്ന് പറയും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഒമേഗ എനർജി. ആ ഒമേഗ എനർജിയാണ് നമ്മുടെ ഡാർക്ക് സൈഡ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതും അത് വെച്ചിട്ടാണ് പുള്ളി ആ അബ്സല്യൂട്ട് യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും. അതുകൊണ്ടാണ് ആ അബ്സല്യൂട്ട് യൂണിവേഴ്സ് തന്നെ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മുടെ നോർമൽ യൂണിവേഴ്സ് ലൈഫ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ലൈഫ് എനർജീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒമേഗ എനർജി അതിന് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് ആ യൂണിവേഴ്സ് അത്രയും ബ്രൂട്ടലായിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ഡാർക്ക് സൈഡ് ഇപ്പോൾ ഭൂമിക്കുള്ളിലുള്ള ആ ലൈഫ് എനർജി, ആ ആൽഫ എനർജിയും കൂടി അബ്സോർബ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ചേർത്തിട്ട് ദ പവർഫുൾ ഒമേഗ സാങ്ഷൻ പവറാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ ആ പവേഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡാർക്ക് സൈഡ് വരാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതിനെ തടുക്കാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ ബാറ്റ്മാൻ ഒരു ഐഡിയ പറയുന്നത്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തുകൊണ്ട് നമ്മളിലൊരാൾക്ക് നമ്മുടെ ഹീറോസിലൊരുത്തിന് അത് അബ്സോർബ് ചെയ്തിട്ട് ആ ആൽഫ എനർജി അബ്സോർബ് ചെയ്തിട്ട് ദ കിങ് ആൽഫയായിട്ട് മാറിക്കൂടാന്ന് പറയണം. സോ അങ്ങനെയാണെങ്കിൽ ആ പവേഴ്സ് ഉള്ള ആൾ ഹീറോ ആണെങ്കിൽ നല്ല രീതിക്ക് അത് യൂസ് ചെയ്യുള്ളൂ, നമുക്ക് ആവശ്യമുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയാണ്. ഡാർക്ക് സൈഡിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പവേഴ്സ് എടുക്കാമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ടൈം ട്രാപ്പർ വേറൊരു കാര്യം കൂടി പറയുന്നത്, ആ എനർജി കെയോസിനാണ് ആഗ്രഹിക്കുന്നത്, അതായത് യുദ്ധമാണ് അതിന് വേണ്ടത്. ആ യുദ്ധത്തിൽ നിന്ന് ഒരുത്തനെ ഉയർത്തെഴുന്നേറ്റ് വരണം ഹീറോ ആയിട്ട്, അവനെ മാത്രമേ ആ എനർജി ചൂസ് ചെയ്യത്തുള്ളൂ, അവനത് കിങ് ആൽഫയായിട്ട് മാറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ആ പുള്ളി വീണ്ടും പറയാണ്, അങ്ങനെ ആ എനർജി എടുക്കണമെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ യുദ്ധം ചെയ്യണം. നിങ്ങൾക്കുള്ളിൽ യുദ്ധം ചെയ്തിട്ട് ആരാണോ അവസാനമായിട്ട് നിന്നിട്ട് ചാമ്പ്യനായി ജയിക്കുന്നത് ആ ഒരുത്തനെ മാത്രമേ ആ എനർജി ചൂസ് ചെയ്യത്തുള്ളൂ, അവനത് കിങ് ആൽഫയായിട്ട് മാറ്റത്തുള്ളൂ എന്നും പറയാണ്. അങ്ങനെ നിങ്ങൾക്കുള്ളിൽ തന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചതും നമ്മുടെ ഹീറോസൊക്കെ ഒരുപാട് ആലോചിക്കുകയാണ്. അതിൽ നമ്മുടെ സൂപ്പർമാൻ ഒരുപാട് ആലോചിക്കുകയാണ്. കാരണം പുള്ളിക്ക് അറിയാം പുള്ളി മിക്കവാറും എല്ലാവരും കൊല്ലേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മുടെ ഹീറോസൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ദ ഗോഡ് ഓഫ് കോൺക്വസ്റ്റ്, അതായത് ആ മൊത്തം ആൽഫ എനർജിനെ തന്നെ കോൺക്കർ ചെയ്യാനുള്ള ആ ഒരു അറീനയ്ക്ക് വേണ്ടി റെഡിയാവാണ്. ഐ മീൻ പരസ്പരം തല്ലുണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ആ ഒരു ലോകത്തിലുള്ള എല്ലാ ഹീറോസ് എല്ലാ വില്ലൻസിനും ഇതിൽ പങ്കെടുക്കാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ഹീറോസിന് ഈ പവേഴ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ അത് വില്ലന്മാരുടെ കയ്യിൽ കിട്ടിയാലോ, ഐ മീൻ നമ്മുടെ ജോക്കർ ലെക്സ് ലൂതറിനെ പോലുള്ളവരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ ഹീറോസ് ഈ വില്ലന്മാരെയൊക്കെ ഫാൻറ്റം ഡോറിൽ അടച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ആൽഫ എനർജി എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അവരും പുറത്തു വരികയാണ്. അങ്ങനെ അവർ പരസ്പരം യുദ്ധം ചെയ്തേ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ അവിടെയാണ് ഈ ഫൈറ്റ് തന്നെ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ഹീറോസും എല്ലാ വില്ലൻസും അവരുടെ ഏറ്റവും പവർഫുൾ ആൻഡ് മാക്സ്ഡപ്ഡ് ആയിട്ടുള്ള വെപ്പൻസുമായിട്ട് ആ ഫൈറ്റിന് ഇറങ്ങുകയാണ്. ആക്ച്വലി എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ഹീറോസ് മാക്സ്ഡപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂപ്പർമാൻ പുള്ളിയുടെ ബ്രാസ്ലെറ്റ് പോലെ മിനി സൺസിന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടർ വുമൺ ആണെങ്കിൽ ദ ഗോഡ് കില്ലർ ആർമറുമായിട്ട് വന്നിരിക്കുകയാണ്. ബാറ്റ്മാൻ ആണെങ്കിൽ ജസ്റ്റിസ് ബസ്റ്റർ ആർമർ 2 വെർഷൻ 2 കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റ് വലിയൊരു അറീനയിൽ തന്നെ തുടങ്ങുകയാണ്. ആ ഒരു ഫസ്റ്റ് ഫൈറ്റിൻ്റെ എൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു എൻഡ് ലൈൻ ഉണ്ടാവും. ആ എൻഡ് ലൈനിൽ ഏറ്റവും വേഗം ആരെത്തുന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഹീറോസ് ആൻഡ് വില്ലൻസ് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും അവസാനമുള്ള ആ എൻഡ് ലൈൻ നോക്കി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്വിഡ് ഗെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റില്ലേ, അതേപോലെ തന്നെ. അങ്ങനെ ഓൾമോസ്റ്റ് ആ എൻഡ് ലൈൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സൂപ്പർമാൻ എത്താണ്. സൂപ്പർമാൻ്റെ തൊട്ട് പിന്നിൽ തന്നെ നമ്മുടെ ബാറ്റ്മാനും ഉണ്ടാവും. ബാറ്റ്മാനും നീ മിന്നി പൊക്കോ, ഞാൻ പിന്നെ വരാമെന്നൊക്കെ പറയാണ് നമ്മുടെ ബാറ്റ്മാൻ. കൃത്യം ആ ടൈമിൽ തന്നെ ബാക്കിൽ നിന്ന് വന്ന നമ്മുടെ ജോക്കർ ആ ജസ്റ്റിസ് ആർമർ 2 തന്നെ തുളച്ച് ബാറ്റ്മാനെ തട്ടിക്കളയാണ്. അതായത് ആ ഓപ്പണിംഗ് ഫൈറ്റ് സീക്വൻസിൽ തന്നെ നമ്മുടെ ബാറ്റ്മാനെ തട്ടിക്കളയാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്ലോട്ട് ആർമർ കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ ബാറ്റ്മാൻ. ജസ്റ്റിസ് ബസ്റ്റർ 2 ആയിട്ട് വന്നിട്ട് എങ്ങനെയാ പെട്ടെന്ന് നമ്മുടെ ജോക്കർ അതൊരു കത്തി പോലത്തെ സാധനം വെച്ചിട്ട് പുള്ളിനെ തുളച്ച് കൊന്നു കളഞ്ഞ് ചേർക്കല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പുള്ളിക്ക് ഒരു സബ് സ്റ്റോറി വെച്ചിട്ട് ഈ സ്റ്റോറി വേറെ രീതിക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ബാറ്റ്മാൻ്റെ ആയിട്ടുള്ളൊരു കഥയ്ക്ക്. സോ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. അവസാനം എങ്ങനെയൊക്കെ നമ്മുടെ സൂപ്പർമാൻ ആ എല്ലാം റീച്ച് ആവാണ്. ബാറ്റ്മാന് പകരമായിട്ട് നമ്മുടെ ജോക്കറും എൻട്രി ആവാണ്. അങ്ങനെ മൊത്തം 32 പേര് അതിൽ സെലക്ട് ആവാണ്. അതിനുശേഷം വേറൊരു ബാറ്റിൽ ഏരിയയിൽ 16 പവർഫുൾ ഐറ്റംസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രീൻ ലാൻഡറിൻ്റെ റിങ്, തോറിൻ്റെ ഹാമർ, വണ്ടർ വുമൻ്റെ ലാസ് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. അതായത് DC ഒരു തോറുണ്ട്, അങ്ങനെ ആ തോറിൻ്റെ ഹാമറാണ്. അങ്ങനെ 16 മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. 32 പേര് വന്നിട്ടുണ്ട്, 16 സാധനങ്ങളേ ഉള്ളൂ. അതായത് ഇതിൽ ജയിക്കാൻ വേണ്ടി പോകുന്നിട്ട് വെറും 16 പേരാണ്. അങ്ങനെ എല്ലാവരും ആ ആർട്ടിഫാക്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുകയാണ്. നമ്മുടെ ജോക്കറാണെങ്കിൽ ആറ്റത്തിൻ്റെ ആ ബെൽറ്റൊക്കെ ഇട്ട് വലുതായിട്ട് മാറിയിട്ട് ജൈജാൻഡനെ വായിലിട്ട് തന്നെ ചവച്ച് കൊന്നു കളയും. ഇത് ബിഗ് ബാഡയുടെ മണ്ടയുടെ ഉള്ളിൽ തന്നെ കയറിയിട്ട് അവരുടെ ബ്രെയിന് തന്നെ ചതച്ച് കൊന്നു കളയും. എത്രത്തോളം കെയോസ് ആ ഒരു ഫൈറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്നോ അത്രത്തോളം ബോഡിയിലുള്ള എനർജി അധികമായി പൊയ്ക്കൊണ്ടിരിക്കും. അതിനാണ് ഈ നമ്മുടെ ജോക്കറൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സൂപ്പർമാനാണ്. കാരണം വരുന്നവനും പോകുന്നവനൊക്കെ ആദ്യം കൊല്ലാൻ വേണ്ടി നോക്കുന്ന സൂപ്പർമാനാണല്ലോ. കാരണം പുള്ളിയാണല്ലോ ഏറ്റവും പവർഫുൾ. നമ്മുടെ ലെക്സ് ലൂതർ ഫാൻറ്റം ബ്ലേഡ് വെച്ചിട്ട് സൂപ്പർമാൻ്റെ കൈ തന്നെ വെട്ടിക്കളയാണ്. പക്ഷേ ആ ഒരു സ്പെസിഫിക് സീനിൽ നമ്മുടെ സൂപ്പർമാൻ പുള്ളിനെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് ഒമേഗ സാങ്ഷൻ പവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ആർട്ടിഫാക്റ്റിൽ ഒന്നായിരിക്കും നമ്മുടെ ഡോർക്ക് സൈഡിൻ്റെ ആ ഒമേഗ ബീംസ്, അത് പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോസായിട്ട് ജയിച്ചിട്ടുള്ള സൂപ്പർമാൻ അടക്കമുള്ള 16 പേര് അടുത്ത ഫൈറ്റിന് പോവാണ്. അതൊരു 1-on-1 ഫൈറ്റാണ്. അതായത് നമ്മുടെ ഫ്ലാഷ് വേഴ്സസ് ഗ്രീൻ ആരോ, നമ്മുടെ റെഡ് ഹുഡ് വേഴ്സസ് ജോക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ ആ 16 നിന്ന് വീണ്ടും 8 പേര് വീണ്ടും ചൂസ് ചെയ്യുകയാണ് ജയിച്ചവർ. അങ്ങനെ ആ 8 പേർക്ക് ടീമപ്പ് ചെയ്തിട്ട് അടുത്ത ഫൈറ്റ് ചെയ്യാം. അതായത് 2 പേര് ടീമപ്പ് ആയിട്ടുള്ള ഒരു 1-on-1 ഫൈറ്റാണ്. അതിൽ ആർക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ ലെക്സ് ലൂതർ സൂപ്പർ ഗേളിനെ ചൂസ് ചെയ്യാണ്.
നമ്മുടെ ഷസാമും സൂപ്പർമാനും ഒരുമിച്ച് നിൽക്കുകയാണ്. മിക്സസ് പെറ്റ്ലിക്കിൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ജോക്കർ ദ എംപറർ ജോക്കറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ സൂപ്പർമാൻ ആണെങ്കിൽ ഷസാമിൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ഘട്ടത്തിന് ശേഷം ബില്ലി ബാറ്റ്സൺ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ പവേഴ്സ് പുള്ളി അക്വയർ ചെയ്തിട്ട് സൂപ്പർ ഷസാമായിട്ട് നമ്മുടെ സൂപ്പർമാൻ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഈ 8 പേരിൽ ലാസ്റ്റ് 4 പേര് മാത്രം സർവൈവ് ആയിട്ട് ഫൈനൽ ബാറ്റിലേക്ക് വരികയാണ്. അങ്ങനെ ഇപ്പോൾ അവസാനമായിട്ടുള്ളത് നമ്മുടെ ജോക്കർ, ലെക്സ് ലൂഥർ, സൂപ്പർമാൻ, വണ്ടർ വുമൺ. അങ്ങനെ ഇവരിപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡാർക്ക് സൈഡിൻ്റെ ചാമ്പ്യൻസ് ആയിട്ടുള്ള ആ അബ്സല്യൂട്ട് യൂണിവേഴ്സിലുള്ള അബ്സല്യൂട്ട് സൂപ്പർമാൻ, അബ്സല്യൂട്ട് ബാറ്റ്മാൻ, അബ്സല്യൂട്ട് വണ്ടർ വുമൺ ആൻഡ് ബൂസ്റ്റർ ഗോൾഡനുമായിട്ടാണ്. അങ്ങനെ ഈ 4 പേരും ഓപ്പോസിറ്റുള്ള നമ്മുടെ ഡാർക്ക് സൈഡിൻ്റെ ചാമ്പ്യൻസുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഇതിൽ ജയിക്കുന്നവർക്ക് ആ ഒമേഗ ആ ആൽഫ പവർ കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ ഫൈനൽ ഫൈറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗൊറില്ല ഗോഡ് ആൻഡ് വേൾഡ് ഫോർജർ വന്നിട്ട് നമ്മുടെ ഈ സൂപ്പർമാനും നമ്മുടെ ഈ നോർമൽ ഹീറോസും ആ അബ്സല്യൂട്ട് സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കാതെ ഫ്രീസ് ചെയ്യാണ്. അങ്ങനെ വേൾഡ് ഫോർജറും ഗൊറില്ല ഗോഡും നമ്മുടെ സൂപ്പർമാൻ ഹീറോസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് യൂണിവേഴ്സിലെ ഹീറോസിനെ എതിർത്ത് നിൽക്കുന്ന അത്രയ്ക്കും പവേഴ്സ് ഇപ്പം നിങ്ങൾക്കില്ല. ഇവരെ നിങ്ങൾ തടുത്ത് തോപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഒമേഗ എനർജി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. അതിന് ഞാൻ വീണ്ടും ഒരു ബാറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ റിയാലിറ്റീസിലുള്ള ഹീറോസ് ആൻഡ് വില്ലൻസുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് അവരുമായിട്ടുള്ള ഫൈറ്റിൽ നിങ്ങളുടെ എനർജി ഇൻക്രീസ് ചെയ്യണം എന്ന് പറയാണ്. എങ്കിൽ മാത്രമേ ഈ അബ്സല്യൂട്ട് ഹീറോസിനെ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റൂ എന്ന് പറയാണ്. അതായത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ അബ്സല്യൂട്ട് യൂണിവേഴ്സിലുള്ള ഹീറോസ് എത്രത്തോളം പവർഫുൾ ആണെന്ന്. അവരെ എതിർത്ത് നിൽക്കാൻ നമ്മുടെ നോർമൽ യൂണിവേഴ്സിലെ സൂപ്പർമാനും ഹീറോസിനൊന്നും പവേഴ്സ് ഇല്ലാതെ മൾട്ടിപ്പിൾ റിയാലിറ്റീസിലുള്ള ഹീറോസിനെ എതിർത്ത് തോപ്പിച്ചാലേ ഇവരെ എതിർക്കാനുള്ള ശക്തി ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയൊരു റിയാലിറ്റി ബാറ്റിൽ തന്നെ വേൾഡ് ഫോർജർ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ DC ഹീറോസിനെ വ്യത്യാസമായിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സുകളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ലൈറ്റ്നിങ് ആൻഡ് പ്ലാസ്റ്റിക് മാൻ മോർട്ടൽ കോമ്പാക്ട് യൂണിവേഴ്സിൽ എത്തുകയാണ് സബ് സീറോ ആയിട്ടുള്ള ഫൈറ്റിൽ. ഇപ്പുറത്ത് നമ്മുടെ വണ്ടർ വുമൺ വേഴ്സസ് റെഡ് സോണിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈറ്റ്. അതാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജോക്കർ ആരുടെ കൂടെ ആയിരിക്കും ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ ആരുടെ കൂടെ? ആനബൽ ഡോളുടെ കൂടെ. ബാറ്റ് ഗേൾ വേഴ്സസ് വാമ്പർല. നമ്മുടെ ലെക്സ് ലൂഥർ വേഴ്സസ് സമന്ത. അതൊരു സൈക്കോ കില്ലർ പോലത്തെ ഒരു കരടിക്കൂടനാണ്. പക്ഷെ ഇതൊന്നുമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ വോട്ട് യൂണിവേഴ്സ്, അതായത് ബോയ്സ് യൂണിവേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ എൻട്രാവാണ്. വേറെ ആര്? നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാൻ അവിടെ എത്തിയതും ആലോചിക്കുന്നത് ഇതെന്താണ് വോട്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ മെട്രോപോളിസ് പോലെ തന്നെ കൊണ്ടല്ലോ എന്നൊക്കെ പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഏത് സെൻറ്റിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകേണ്ടതെന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ നിന്ന് കതറിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് നമ്മുടെ സൂപ്പർമാൻ കേൾക്കാണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർമാൻ അവിടെ മിന്നൽ പോലെ വന്ന് ഇറങ്ങാണ്. അങ്ങനെ പുള്ളി അവിടെ വന്നതും നിമർന്ന് നോക്കുമ്പോൾ നിൽക്കുന്നത് വേറെ ആരുമല്ല, ഹോംലാൻഡർ. ചെയ്താലും ഒരിക്കലും എന്നോളം നീ